ഒരിക്കലേ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എൻ്റെ ഒരു പരിശീലനത്തിന് പങ്കെടുക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കമ്പനി പറഞ്ഞതുകൊണ്ടാട്ടോ ഈ പ്രോഗ്രാം പങ്കെടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം നിങ്ങളുടെ സെയിൽസ് ടെക്നിക്കൊന്നും ഇവിടെ വർക്കാവില്ല. ഞാൻ 1-2 അപ്ലൈ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സെയിൽസിൽ ക്ലോസിംഗ് ഒന്നും വർക്കൗട്ട് ആവില്ല എന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ മറുപടി അന്ന് പ്രത്യേകിച്ചൊന്നും ആ സമയത്ത് പറഞ്ഞില്ല. എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശരിയാട്ടോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ആ ഒരു 4 കാര്യമുണ്ടല്ലോ കസ്റ്റമറെ കുറിച്ച്, ആ കസ്റ്റമറെ മനസ്സിലാക്കാതെ ഞാൻ എല്ലാ ടൈപ്പ് കസ്റ്റമറോടും ഒരേ ടൈപ്പ് ക്ലോസിംഗ് ടെക്നിക്കാണ് അപ്ലൈ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. പക്ഷേ ഇനി എനിക്ക് ഈ പ്രശ്നം പറ്റില്ലെന്ന് പറഞ്ഞു. അതെ, ആ പറഞ്ഞ 4 കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്നത് 4 ടൈപ്പ് കസ്റ്റമറാണ്. ഓരോ കസ്റ്റമറും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ലോസിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അതിൽ 1ാമത്തെ ടൈപ്പ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസസിറ്റി. നമുക്ക് അവരെ എൻ കസ്റ്റമർ എന്ന് വിളിക്കാം. സോ നെസസിറ്റി ഡ്രിവൺ കസ്റ്റമേഴ്സ്, ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ. അവരൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്നത് അത്യാവശ്യത്തിൻ്റെ സ്റ്റേജിലായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ടാകും, എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്ന കസ്റ്റമറാണ്. സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ അവർക്ക് ആവശ്യമുണ്ടാകും. അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ബ്രാൻഡ്, അതല്ലെങ്കിൽ അതിൻ്റെ പ്രസ്റ്റീജ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇമോഷണൽ ഫീലിംഗ്, ഇതൊന്നുമല്ല അവരെ സ്വാധീനിക്കുന്ന ഘടകം. അത് എന്തിന്, ഏത് സ്ഥലത്ത്, ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, അതിന് ഫിറ്റ് ആവുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് തിരയുന്നത് നെസസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ നെസസിറ്റി ഫുൾഫില്ല് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കും, നിങ്ങൾ ഈ പർപ്പസിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യാൻ പോകുന്നത്, അതിന് ഇത് ബെസ്റ്റാണ്, ആ ആവശ്യത്തിന് ഇതാണ് ഏറ്റവും ബെസ്റ്റ്, ആ ആവശ്യത്തിന് ഈ പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ ഡ്യൂറബിലിറ്റി ഉള്ളത് എന്ന രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നെസസിറ്റിയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. ആവശ്യത്തെ ഫുൾഫില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു പിക്ചറിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ക്ലോസിംഗ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ 1ാമത്തെ ടൈപ്പ് കസ്റ്റമർ എന്ന് പറയുന്നത് നെസസിറ്റി ഡ്രിവൺ കസ്റ്റമറാണ്. അവരൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുള്ള ആവശ്യമാണ് പ്രേരിപ്പിക്കുന്നത്. ഇനി 2ാമത്തെ ഒരു ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരാരാണെന്ന് നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സി കസ്റ്റമർ. സി കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവീനിയൻസ് ഡ്രിവൺ കസ്റ്റമേഴ്സാണ്. അവരൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണം, ആവശ്യം എന്നതിനേക്കാളും അപ്പുറത്ത് അവർക്ക് കൺവീനിയൻസ് ആണ് പ്രധാനം, സൗകര്യം കൂടുതൽ, അതല്ലെങ്കിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ട്രാവലിങ്ങിൽ കുറച്ചുകൂടെ കൺവീനിയൻസ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒരുപക്ഷെ ഞാൻ തന്നെ ഓൺലൈനിൽ തപ്പി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എനിക്കൊരു 1000-2000 രൂപ കുറഞ്ഞ ടിക്കറ്റുകൾ കിട്ടുമായിരിക്കാം. ബട്ട് എന്നാൽ പോലും ഞാൻ അവിടെ എൻ്റെ ട്രാവൽ കൺസൾട്ടൻറ്റിനെയാണ് ഞാൻ ഏൽപ്പിക്കാറുള്ളത്. കാരണം ഞാൻ ഈ തിരയുക എന്ന് പറയുന്നത് അതിനകത്ത് ലഗേജ് ആഡ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് പ്ലസ് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു 15 കിലോ ഡൊമസ്റ്റിക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ തിരിച്ചു വരുമ്പോൾ 15 കിലോ ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പലപ്പോഴും യൂറോപ്പിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയൊരു കോംപ്ലിക്കേഷൻ, നമുക്ക് ഷെങ്കൻ വിസയോ അതല്ലെങ്കിൽ UK വിസയോ ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റുകളിലൂടെ യാത്ര ചെയ്യുന്ന സാഹചര്യം വരുമ്പം ട്രാൻസിറ്റ് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഓൺലൈനിൽ എടുക്കുന്ന സമയത്ത് പലപ്പോഴും സെൽഫ് ട്രാൻസിറ്റ് ആണ്, നമ്മുടെ കയ്യിൽ വിസ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മളുടെ കൺവീനിയൻറ്റ് ടൈം, എയർക്രാഫ്റ്റ്, ടിക്കറ്റ്, സീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും, ഒരു 40 മിനിറ്റ് 45 മിനിറ്റൊക്കെ ഫോക്കസ് ചെയ്ത് എടുക്കാൻ സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ 40 മിനിറ്റിനേക്കാളും എനിക്ക് സൗകര്യം ഒരു 3000-4000 രൂപ എൻ്റെ ട്രാവൽ കൺസൾട്ടൻറ്റിന് എക്സ്ട്രാ കൊടുക്കാനാണ്. ബിക്കോസ് അവിടെ എനിക്ക് കൺവീനിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ കൺവീനിയൻസ് നോക്കുന്ന ഒരു കസ്റ്റമറോട് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് പ്രൈസ് ബെറ്ററാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസിൻ്റെ പേരിൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കരുത്. കൺവീനിയൻസ് ഡ്രിവൺ കസ്റ്റമറുടെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അത് കൊടുക്കുന്ന അയാളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്ന കൺവീനിയൻസ് ആണ്, അയാളുടെ ലൈഫിൽ ഉണ്ടാക്കാവുന്ന ഈസിനെസ് ആണ്, അയാളുടെ ലൈഫിലേക്ക് കിട്ടാൻ പോകുന്ന സുഖങ്ങളാണ്, സൗകര്യങ്ങളാണ്, കംഫർട്ടാണ്. അപ്പോൾ നമ്മൾ കൺവീനിയൻസ് ഡ്രിവൺ കസ്റ്റമറാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അയാളുടെ അടുത്ത് പ്രൊഡക്റ്റ് പ്രസൻറ്റേഷനിലാണെങ്കിലും ക്ലോസിങ്ങിലേക്കാണെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പറയേണ്ടത് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സർവീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോബ്ലം ഇല്ലാണ്ടാവും.
നിങ്ങളുടെ ലൈഫ് കൂടുതൽ ഈസി ആകും, നിങ്ങളുടെ ലൈഫ് ഭയങ്കര കംഫർട്ടബിൾ ആകും. നിങ്ങൾ പിന്നെ ഒന്നിനും ചെയ്യേണ്ട, ജസ്റ്റ് മൊബൈലിൽ ടിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ മൊബൈലിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. സോ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സർവീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺവീനിയൻസാണ്. നിങ്ങൾ ഇതും കൊണ്ട് ഇവിടെ വരണ്ട. നിങ്ങൾക്ക് ഈ പ്രോബ്ലം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ ജസ്റ്റ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മതി. വിത്തിൻ 1 hour അല്ലെങ്കിൽ വിത്തിൻ 25 minutes ഞങ്ങൾ അവിടെ എത്തി നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുത്ത് സർവീസ് ചെയ്ത് തരും. ഇതാണ്, അതായത് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കൺവീനിയൻസിനാണ്. കൺവീനിയൻസ് ടൈപ്പ് കസ്റ്റമർ ഫോക്കസ് ചെയ്യുന്നത് പ്രോഡക്റ്റിൻ്റെ വാറണ്ടിയിലെ കൺവീനിയൻസ് ആണ്, കംപ്ലയിൻറ്റ് വന്നാലുള്ള കൺവീനിയൻസ് ആണ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സർവീസ് കൺവീനിയൻസ് ആണ്. അപ്പോൾ ആ ടൈപ്പ് കസ്റ്റമറോട് നമ്മൾ എന്ത് പറയണം? കൺവീനിയൻസിനെ കൂടുതലായിട്ട് സെല്ല് ചെയ്യണം. അവിടുത്തെ പ്രോഡക്റ്റ് കൺവീനിയൻസ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് കസ്റ്റമർ ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസ്റ്റീജ് ഡ്രിവൺ കസ്റ്റമർ, അല്ലെങ്കിൽ പി കസ്റ്റമർ എന്ന് പറയും. ഇവരൊരു പ്രോഡക്റ്റ് വാങ്ങുവാണെങ്കിൽ ഇവർക്കതിൽ പ്രസ്റ്റീജിയസ് ആണ് വേണ്ടത്. പ്രസ്റ്റീജ്. ഇപ്പോൾ ഐഫോൺ വാങ്ങിച്ചിട്ട് എല്ലാ ഐഫോൺ ഇറങ്ങുമ്പോഴും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് അവർ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് iPhone 15 ആണ് എൻ്റെ കയ്യിൽ. അല്ലെങ്കിൽ ഒരു കാറ്, ബ്രാൻഡഡ് കാറ്, ഇപ്പോൾ യൂസ്ഡ് കാർ ആണെങ്കിൽ പോലും മെഴ്സിഡീസ് ബെൻസ് അല്ലെങ്കിൽ ബ്രാൻഡഡ് കാറുകൾ വാങ്ങിച്ചു കൊണ്ടെടുക്കുക. ബ്രാൻഡഡ് ഷർട്ട്, ബെൽമെയിൻ്റെ ഷർട്ട് അല്ലെങ്കിൽ CKയുടെ ഷർട്ടൊക്കെ മുന്നിലിട്ടുണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ ഡ്യൂറബിലിറ്റിയോ അതിൻ്റെ യൂസ്നെസ്സോ അതല്ലെങ്കിൽ അതിൻ്റെ നെസസിറ്റിയോ ഒന്നുമല്ല. ഷർട്ടിൻ്റെ നെസസിറ്റി എന്താണ്? നാണം മറക്കുക എന്നുള്ളത് തന്നെയാണ്, വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. കാറിൻ്റെ നെസസിറ്റി എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. പക്ഷേ അവർ വാങ്ങിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, പോകണം, അതിൻ്റെ കൂടെ ഭയങ്കര കൺവീനിയൻസ് അവർക്ക് വേണം. അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഞാൻ സഞ്ചരിക്കുന്ന ആ കാർ, മെഴ്സിഡീസ് ബെൻസിലാണല്ലോ ഇയാൾ സഞ്ചരിക്കുന്നത് എന്നുള്ള പ്രസ്റ്റീജും കൂടെ കിട്ടണം. ഒരു കാറ് മാത്രമല്ല അയാൾക്ക് വാങ്ങുന്നത്, അതിൻ്റെ കൂടെ ആ കാറിൻ്റെ കൂടെ കിട്ടുന്ന പ്രസ്റ്റീജ്, ബ്രാൻഡ് റെക്കഗ്നീഷൻ. ഐഫോൺ ആണെങ്കിൽ ആ ഐഫോണിൻ്റെ ലോഗോ നൽകുന്ന പ്രസ്റ്റീജ്. ഇപ്പോൾ ബെൽമെയിൻ ഷർട്ട് ആണെങ്കിൽ, ബെൽമെയിൻ പാരീസിൻ്റെ ഷർട്ട് ആണെങ്കിൽ ആ ഷർട്ടിൻ്റെ കൂടെ ആ പേര് നൽകുന്ന പ്രസ്റ്റീജ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവരെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം 1% ക്ലബ്ബ്, അല്ലെങ്കിൽ 10% ക്ലബ്ബ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 10% ക്ലബ്ബ് എന്ന് വിളിക്കാം. അതായത് നിങ്ങൾ പറയാണ്, സർ എല്ലാവരും വാങ്ങുന്ന പ്രോഡക്റ്റാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വാങ്ങത്തില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വാങ്ങുന്ന പ്രോഡക്റ്റ് അല്ലേ ഇവർക്ക് വേണ്ടത്. സർ ഇത് യൂസുഫ് അലി സാറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡാണ്. യൂസുഫ് അലി സാറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡാണ്. കാരണം അദ്ദേഹം കേരള കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ 1% ക്ലബ്ബിലൊരാളാണ്. അപ്പോൾ ഹൈലി പ്രീമിയം ആളുകൾ ഉപയോഗിക്കുന്നതാണ് എനിക്ക് ഉപയോഗിക്കേണ്ടത്. ഹൈലി പ്രീമിയം ആളുകൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എനിക്ക് വേണ്ടത്. സോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിലൂടെ അയാൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ആ ബ്രാൻഡ് ഇമേജിനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ആ ബ്രാൻഡ് ഇമേജിന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതായിരിക്കും അവരെ ക്ലോസിങ്ങിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്പർ 4, നാലാമത്തെ ഒരു ഐറ്റം കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെ നമുക്ക് വിളിക്കാം എക്സ്പ്ലോറേഷൻ കസ്റ്റമർ, അല്ലെങ്കിൽ ഈ കസ്റ്റമർ എന്ന് വിളിക്കാം. ഈ ടൈപ്പ് കസ്റ്റമർ, എക്സ്പ്ലോറേഷൻ കസ്റ്റമർ അല്ലെങ്കിൽ ഈ കസ്റ്റമർ, ഇവർ വേറൊരു ഐറ്റമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല വാങ്ങുക. അതല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ ഇവരെ ത്രില്ലടിപ്പിക്കുന്ന ഘടകം അല്ലെങ്കിൽ ക്ലോസിങ്ങിലേക്ക് നയിക്കുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെസസിറ്റിയോ അതിൻ്റെ പ്രസ്റ്റീജോ അതിൻ്റെ കൺവീനിയൻസോ ഒന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ന്യൂ ഇൻ ഇറ്റ്, എന്താണ് ഇതിനകത്ത് പുതിയതുള്ളത്? ഇന്നൊവേറ്റീവാണ്. പുതിയത് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളുകൾ, മറ്റുള്ളവർ യൂസ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ വേറെ ആരും യൂസ് ചെയ്തിട്ടില്ലാത്ത പുതിയ ടെക്നോളജി, പുതിയ സാധനം. സർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റാണ്, വേറെ ആരും ഇത് ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ വേറെ മാർക്കറ്റിൽ അധികം ഇറങ്ങിയിട്ടില്ല, പുതിയ സാധനമാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ സ്ട്രാറ്റജിയാണ്, വളരെ ന്യൂ ആയിട്ടുള്ള പുതിയ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് അതായത് ഈ ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് എക്സ്പീരിയൻസ് ചെയ്യും. ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത സാധനം, ചിലപ്പോൾ അതിനകത്ത് പൊട്ട സാധനത്തിൽ പെട്ടുപോവുകയൊക്കെ ചെയ്യും. ബട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെപ്പോഴും ഇന്നൊവേഷനെ വേഗം അഡാപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ആളുകളാണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലോസിങ്ങിൽ, നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ, നിങ്ങളുടെ മെത്തേഡിലൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അകത്തുള്ള പുതിയ ഫീച്ചേഴ്സ്, പുതിയതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിലൂടെ ക്ലോസിങ്ങിലേക്ക് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ കസ്റ്റമറെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്ലോസിങ്ങിലേക്ക് പോയി കഴിഞ്ഞാലേ ക്ലോസിങ് ടെക്നിക്ക് വർക്ക് ചെയ്യുള്ളൂ. പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്, പല സ്വഭാവക്കാരായ കസ്റ്റമേഴ്സ് ഉണ്ട്, പല ആവശ്യത്തിന് വേണ്ടി പ്രൊഡക്റ്റ് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും എല്ലാ ക്ലോസിങ് ടെക്നിക്ക് വർക്ക് ചെയ്യില്ല. ഓരോരുത്തരെയും സ്വാധീനിക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെയിൽസ്
ഈസ് ഈസി ആൻഡ് സെയിൽസ് ഈസ് എ മോസ്റ്റ് ത്രില്ലിംഗ് ജോബ് ആൻഡ് സെയിൽസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഏണബിൾ ജോബ്. നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ജോബും കൂടിയാണ് സെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽസിൽ ഒരു സൂപ്പർ സെയിൽസ്മാൻ ആവട്ടെ. സെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ട്, സെയിൽസിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്, ബിസിനസ്സിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ ടീമിനെ സെയിൽസിൽ സൂപ്പർ ആക്കണം, അവർക്ക് ട്രെയിനിങ് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങൾ കേരളത്തിലെ നമ്പർ 1 സെയിൽസ് ആൻഡ് ബിസിനസ് കോച്ചിങ് ഫേമാണ്. ദിസ് ഈസ് മീ ഖസാഖ് ബെഞ്ചലി. താങ്ക് യു സോ മച്ച്.